നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ആരോഗ്യവകുപ്പ് കസേരകളി വിവാദങ്ങൾക്കിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഡോക്ടർ റീന ഇന്നുമെത്തി. വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്ന് റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘകാല അവധി നൽകരുതെന്ന സർക്കുലറിൽ വിവാദം. ലോകകപ്പിൽ ബ്രസീൽ ആഘോഷം. ഹെയ്ത്തിക്കെതിരെ 3-0 ജയം. മതയൂസ് കുഞ്ഞയ്ക്ക് ഇരട്ട ഗോൾ. സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് മൊറോക്കോ ഗ്രൂപ്പിൽ ഒന്നാമത്. ഓസ്ട്രേലിയക്കെതിരെ യുഎസിനും ജയം. കെ ബി ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തേക്ക്. അംഗത്വം പുതുക്കി നൽകിയില്ല. പരാതിയുണ്ടെങ്കിൽ കേസ് കൊടുക്കാമെന്ന് NSS ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കാലാവധി ഇത്തവണ തീർന്നു, വീണ്ടും എടുത്തില്ല എന്നുള്ളതുള്ളൂ, അല്ലാതെ പുറത്താക്കിയൊന്നുമില്ല. ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേര് മാറ്റും, ചിലപ്പോൾ 3 പേരെ മാറ്റും. ഇത്തവണ ഒരാളേ ഉള്ളൂ. ജനാധിപത്യ രീതിയിലല്ല പുറത്താക്കിയതെന്ന് ഗണേഷ് കുമാർ. കഴിഞ്ഞ എന്നെ വെച്ചതും അദ്ദേഹം തന്നെ വെച്ചാണ്. ഞാൻ ചോദിച്ചിട്ട് വെച്ചല്ല. ഞാൻ ചോദിക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ തരും. ഞാൻ അദ്ദേഹത്തോട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, കൂടെ ഉണ്ടാവും. വിനയായത് പത്തനാപുരം താലൂക്ക് യൂണിയനുമായുള്ള തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ അഴിമതി എന്ന് പ്രതിപക്ഷം. നടപടി കർണാടക ലോബിക്ക് വേണ്ടിയെന്ന് MP രാജേഷ്. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും ആരോപണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. കുറ്റപത്രം തയ്യാറായത് വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിൽ. അന്വേഷണം തുടരുന്നത് 70 കേസുകളിൽ. ജനസംഖ്യാടിസ്ഥാനത്തിൽ ജില്ലകൾ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു. UDF നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തോട് യോജിച്ച് BJPയും. മലബാർ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ് ഉദ്ധവ് പക്ഷം. MP മാർക്ക് പിന്നാലെ MLA മാരും പാർട്ടി വിടുന്നു. സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന ഉദ്ധവ് താക്കറെ. യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് ഏക്നാഥ് ഷിൻഡെ. പശ്ചിമേഷ്യൻ യുദ്ധകരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച് ഇസ്രായേലിന്റെ ലെബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലെബനനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം. ഹോർമുസിൽ കടുപ്പിച്ച ഇറാൻ. പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണം. 48 മണിക്കൂർ മുൻപ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകണമെന്നും ഇറാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടെ ഡോക്ടർ റീന ജോലിക്കെത്തി. താൻ വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്നും പങ്കെടുക്കേണ്ട നിർണായക യോഗങ്ങളിലേക്ക് തള്ളിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഡോക്ടർ റീന പറഞ്ഞു. അതേസമയം റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിലെ കസേരകളിക്ക് പിന്നാലെ പുറത്തിറക്കിയ പുതിയ സർക്കുലറും വിവാദമായി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘ അവധി നൽകരുതെന്നാണ് നിർദ്ദേശം. DHSലെ കസേര തർക്കം 2ാം ദിവസവും ഇന്ന് തുടരുകയാണ്. ഇന്ന് ഡോക്ടർ റീനയും ജോലിക്കായി എത്തി. അതിനൊപ്പം തന്നെ പുതിയ ഡയറക്ടറും അവിടെ ജോലിക്കായി ചുമതലകൾ നിർവഹിക്കാനും വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഡോക്ടർ റീന പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ട്രൈബ്യൂണലിന്റെ സ്റ്റേ പ്രകാരം, അതായത് അവരുടെ ഉത്തരവ് പ്രകാരം താൻ തന്നെയാണ് ഡയറക്ടർ എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഒരു സാങ്കേതിക തടസ്സമുണ്ടോ ആ നിയമനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേയിൽ ജോലിയിൽ തുടരുന്നതിന് വലിയ വേറെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്.
പറയുന്നത്. മാത്രമല്ല ഈ നിപ പ്രതിരോധത്തിലും ഒപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ്, അതായത് ശബരിമല വിഷയത്തിലടക്കം തന്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് കാരണമാണ് അതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കാൻ കാരണമായത്. അതിൽ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്നും അത് കൃത്യമായ ഒരു സിസ്റ്റത്തിന്റെ ഒരു പിഴവാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രകാരമാണ് മന്ത്രിയെ ഈ ഒരു നിപ ഫലം പോസിറ്റീവായ വിഷയം അറിയിക്കുന്നതിൽ ചെറിയൊരു കാലതാമസം ഉണ്ടായതെന്നായിരുന്നു ഡോക്ടർ റീന എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു PTS മുതൽ മിനിസ്റ്റർ വരെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു വകുപ്പാണ്. നാളെ ഇതുവരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഭാവിയിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ മരിച്ചു പോകാം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിച്ചു പോകാം, പക്ഷെ സിസ്റ്റം വിൽ കണ്ടിന്യൂ. അതാണ് എന്റെ അറിവ്. ഇതിനൊപ്പം തന്നെ വലിയ വിമർശനമായി ഉയർന്ന മറ്റൊരു വിഷയമായിരുന്നു ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ അയക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു ഉത്തരവടക്കം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമടക്കം മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പോലും പ്രധാനമായി പറയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. അതിന് പകരം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, അതായത് ഇതൊരു ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഡോക്ടർ റീനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഒരു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഒരു ഉന്നത സമിതി അല്ലെങ്കിൽ ഉന്നത അധികാരികളുടെ ഒരു യോഗം ചേരാൻ പോലും കഴിയാത്തത് ഒരു ആരോഗ്യരംഗത്തെ തകർച്ചയ്ക്കടക്കം കാരണമാകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അടക്കം പ്രതികരിക്കുകയും ചെയ്തത്. എന്തിനായാലും കസേര കളി ഇന്നും തുടരുകയാണ്. അത് തിങ്കളാഴ്ചയും തുടരുമോ എന്നാണ് ചോദ്യം നിലനിൽക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലുടെ നിയമോപദേശം തേടിയിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്, അതായത് അപ്പീൽ ഹൈക്കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. VD സതീശൻ അഹങ്കാരി എന്നാണ് വിമർശനം. സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് അത് നൽകിയില്ല എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ വിമർശനം. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, NSS ജനറൽ സെക്രട്ടറിയും സതീശനും തമ്മിലുള്ള അത്ര രസത്തിലല്ല, നമുക്കറിയാം. വലിയ വിമർശനം സതീശനെതിരെ ഉന്നയിച്ച ഒരാൾ കൂടിയാണ് ജനറൽ സെക്രട്ടറി. പക്ഷേ ഇന്ന് സതീശൻ മുഖ്യമന്ത്രിയാണ്. അനുവാദം തേടി അങ്ങോട്ട് പോയതാണോ? അവിടെയാണോ അത് ലഭിക്കാതിരുന്നത്? അങ്ങനെയാണ് അദ്ദേഹം ഈ ബജറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയത്. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് ചില നിവേദനങ്ങൾ നൽകിയിരുന്നു. അതിന്റെ തുടർച്ച അറിയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശനെ വിളിച്ചത്. പക്ഷെ 2 തവണയും അദ്ദേഹം സമയം അനുവദിച്ചില്ല എന്നാണ് സുകുമാരൻ നായർ ഈ യോഗത്തിൽ, ഇന്റേണൽ യോഗമാണ്, മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ള യോഗമല്ല, ആ യോഗത്തിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സതീശൻ വലിയ അഹങ്കാരിയാണ്, സതീശന്റെ പിന്നാലെ പോകാനില്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. അതായത് സതീശനെതിരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചാണ് സുകുമാരൻ നായർ. തിണ്ണ നിരങ്ങാൻ ഞങ്ങൾ എവിടെയും പോകില്ല എന്ന് പറഞ്ഞ സതീശൻ പല സഭകളുടെ അടക്കം ആസ്ഥാനങ്ങളിൽ പോയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് സുകുമാരൻ നായർ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും ഇതിനുശേഷം NSSന്റെ ആവശ്യങ്ങൾക്ക് സർക്കാർ എന്ന നിലയിൽ കാണും, അതല്ലാതെ ഇങ്ങോട്ട് വന്നുള്ള സന്ദർശനങ്ങളെ അനുവദിക്കില്ല എന്നും അന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ്. അന്ന് സതീശൻ പല ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ചില ദൂതന്മാർ വഴി സമീപിച്ചിരുന്നു എന്നൊക്കെ അന്ന് സുകുമാരൻ നായർ ആരോപിച്ചിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ NSS അങ്ങോട്ട് പോവുകയാണ്. അത് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ ചർച്ചകൾക്കായാണ് സുകുമാരൻ നായർ സമയം ആവശ്യപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സുകുമാരൻ നായർ അല്ലെങ്കിൽ ഒരു NSS പ്രതിനിധി അങ്ങനെ ഒരു ചർച്ചയ്ക്കായിരിക്കും. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ദൂരം സഞ്ചരിക്കുമോ എന്നത് വ്യക്തമല്ല. എന്തായാലും ഫോണിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആണ് ഈ പ്രാഥമികമായി ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന് അദ്ദേഹം അനുമതിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഫലത്തിൽ ഇതിന് പിന്നാലെയാണ് സതീശൻ അഹങ്കാരി എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നത്. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്, ഏതായാലും ഇന്ന് ഇപ്പോൾ KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം NSSന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് KB ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തായി എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. ഗണേഷ് കുമാറിന് മാത്രം ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകിയില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പിന്തുണയില്ലാതെ വന്നതോടെയാണ് അംഗത്വം പുതുക്കി നൽകാതിരുന്നത്. ഗണേഷ് കുമാർ ഒഴികെ കാലാവധി കഴിഞ്ഞ മറ്റ് 8 പേർക്കും അംഗത്വം പുതുക്കി നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താലൂക്ക് യൂണിയനുമായി ഏറ്റുമുട്ടലായിരുന്നു ഗണേഷ് കുമാർ. തീരുമാനം പ്രവർത്തനം നോക്കിയെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിശദീകരണം.
പത്തനാപുരം താലൂക്ക് യൂണിയനെതിരെ കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തി. ഇല്ല മോനെ, ഞാൻ ആ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ NSS ഈ മരിക്കുന്നവരെ സ്ഥാനം ഇരിക്കുന്ന ആളാണോ? അല്ലല്ലോ, മാറി തിരിഞ്ഞൊക്കെ വരും. പ്രാദേശികമായി ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഇതിനൊരു ഘടകമായി മാറിയിട്ടുണ്ടോ? ഇതിന്റെ ഭാഗമായിരിക്കാം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. തുടർന്ന് പ്രവർത്തനങ്ങൾ എങ്ങനെ? ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. പ്രാദേശികമായി NSS കമ്മിറ്റിയിൽ 12 പേരെ പിന്തുണ എനിക്കുണ്ട്. അതാണ് ഡെമോക്രസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല. NSSൽ വന്ന അതിന് വേണ്ടല്ല. ഞാൻ ജനറൽ സെക്രട്ടറിക്ക് പിന്തുണ കൊടുക്കുന്ന ആളാണ്. ഒരു തെറ്റ് ജനാധിപത്യ രീതിയിലുള്ള പത്തനാപുരം നടന്ന ജനാധിപത്യമല്ല. അത് സൂപ്രണ്ട് രജിസ്ട്രാർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ രേഖയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നടപടി നിയമ നടപടിയൊന്നുമില്ല. NSSനെതിരെ ഒന്നും കേസ് കൊടുക്കില്ല. 14 വർഷത്തിന് ശേഷമാണ് ബോർഡിൽ 14 വർഷത്തിന് ശേഷമാണ് ബോർഡിൽ ഇല്ലാതെ. അല്ല, ഞാൻ ഒരു ടൈമിൽ ഇരുന്നു. കഴിഞ്ഞ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഈ 3 വർഷം മാത്രമേ ഇരുന്നു. ഞാൻ 14 വർഷം അദ്ദേഹത്തില്ല. ഇല്ല, അതൊക്കെ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. മറ്റ് ആളുകളെല്ലാം ഇല്ല, അത് കുഴപ്പമില്ല. അവരെ ആവശ്യപ്പെട്ടാണ്, ഞാൻ ചോദിച്ചില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ചോദിച്ചിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വെച്ചതും അദ്ദേഹം തന്നെ വെച്ചാണ്. ഞാൻ ചോദിച്ചിട്ട് വെച്ചതല്ല. ഞാൻ ചോദിക്കത്തില്ല. എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ തരും. ഞാൻ അദ്ദേഹത്തോട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, കൂടെ ഉണ്ടാവും. പക്ഷേ സ്ഥാനമാനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചു, ബോർഡിൽ വെച്ചു. ഇപ്രാവശ്യം വേറൊരാളാണ് നല്ലതെന്ന് തോന്നി വെച്ചു. അതിനെന്താ കുഴപ്പം? അതിലൊന്നും കുഴപ്പമൊന്നും. അദ്ദേഹം NSSനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സുകുമാരൻ നായർ സാറിന് അധികാരമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. തിരുവനന്തപുരം ആക്കുളം ലുലു മോളിന് സമീപം ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ അണച്ചത്. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം ആനയറയിലുള്ള ഫർണിച്ചർ വ്യാപാര സ്ഥാപനത്തിലാണ് രാവിലെ 11 മണിയോടെ വൻ തീപിടുത്തമുണ്ടായത്. ഇവിടുത്തെ ഈ വലിയ കെട്ടിടത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന മുഴുവൻ മെത്തകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചർ സ്ഥാപനങ്ങൾ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. അത് ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമില്ല. ഗോഡൌൺ മുഴുവൻ കത്തി നശിച്ച നിലയിലാണ് എന്നാണ് അകത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ, തീയണയ്ക്കാൻ നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. വൻ തീപിടുത്തമാണ് ഉണ്ടായത്. 5 യൂണിറ്റുകളിൽ നിന്ന്, ചെങ്കൽച്ചോളയിൽ നിന്നും, ചാക്കയിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, കഴക്കൂട്ടത്തു നിന്നുമുള്ള വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏറെ നേരം പ്രയത്നിച്ചാണ് തീ അണച്ചത്. കാരണം ഈ ഗോഡൌൺ മുഴുവനായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഈ തീ അണച്ചതിന് ശേഷം ശേഷിച്ച ഭാഗങ്ങൾ താഴെ അങ്ങിങ്ങായി ചിതറിക്കിടപ്പുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഈ ഗോഡൌണിൻ്റെ മറ്റ് ഭാഗങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. അതുകൊണ്ട് ഇതുവഴിയുള്ള KSEBയുടെ വൈദ്യുതി ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട റോഡിൻ്റെ ഭാഗമാണ്. ഇത് നിരവധി വാഹനങ്ങൾ ഓരോ മിനിറ്റിലും കടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെയാണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായത്. അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണമൊക്കെ ഇനി വേണ്ടിവരും. എന്തായാലും 1 മണിക്കൂർ നേരം വലിയ പ്രയത്നം നടത്തിയതിന് ശേഷമാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കൂട്ടായ യജ്ഞത്തിലൂടെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. സോഫാസ് ആൻഡ് മോർ സ്റ്റാൻലി എന്ന സ്ഥാപനത്തിലാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളപായമൊന്നുമില്ല എന്നത് മാത്രമാണ് ആശ്വസിക്കാനുള്ള വക. ഗോഡൌൺ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ്. പുറകുവശത്തായിട്ട് ഒരു ജനറേറ്റർ റൂം, ഇല്ലെങ്കിൽ ജനറേറ്റർ അവിടെയാണ് സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഫയർ ആദ്യം ഉണ്ടായെന്നാണ് കരുതുന്നത്. അവിടെ നിന്ന് ഈ കെട്ടിടത്തിനകത്തേക്ക് സ്പ്രെഡായി. കെട്ടിടത്തിനകത്ത് ഫുൾ ഈ സോഫ, ഇമ്പോർട്ടഡ് സോഫ, ഫർണിച്ചേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതിലോട്ട് തീ പെട്ടെന്ന് സ്പ്രെഡായി പൂർണ്ണമായിട്ടും അകത്തോട്ട് പടരുകയായിരുന്നു. ആ സമയത്ത് ഇതിനകത്ത് ജീവനക്കാരുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് ചാക്ക യൂണിറ്റിൽ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ചാക്ക ഫയർ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ആ സമയം തിരുവനന്തപുരത്ത് നിന്ന് 2 യൂണിറ്റും കഴക്കൂട്ടത്ത് നിന്ന് സപ്പോർട്ടിംഗ് ആയിട്ട് 2 യൂണിറ്റും കൂടെ വന്ന് നമ്മൾ 4 സൈഡിൽ നിന്ന് വെന്റിലേഷൻ തീരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ഉണ്ടാക്കി അതുവഴി വെള്ളം പമ്പ് ചെയ്ത് തീ പൂർണ്ണമായിട്ടും അണച്ചു. ഉച്ച സമയം ആയതിനാൽ വലിയ ചൂടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഗോഡൌൺ ഈ ഷീറ്റിട്ട നിലയിലാണ് അതിൻ്റെ മുകൾ ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ചൂട് ഈ തീ കത്തിപ്പടർന്നതോടെ ചൂട് ക്രമാതീതമായി ഉയരുകയും മറ്റ് ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ തീ പടർന്ന് പിടിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും
എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളൊക്കെ പിന്നീട് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഈ തീ അണയ്ക്കുന്നതിനാണ് ഫയർഫോഴ്സ് പ്രാധാന്യം നൽകിയത്. ആ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും അപകടകരമായ അവസ്ഥയിൽ പല ഭാഗങ്ങളും തകർന്ന് അടർന്നു വീഴാവുന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ആളപായമില്ലാതെ ഒഴിഞ്ഞു മാറിയത്. എന്തായാലും വൻ തീപിടുത്തത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് അടുത്തുള്ള ആനയറയിലെ ഫർണിച്ചർ സ്ഥാപനം വേദിയായിരിക്കുന്നത്. സമയോചിതമായ ഇടപെടലിലാണ് ആളപായം ഇല്ലാതെ ഈ തീ അണയ്ക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത നീങ്ങുന്നു. കല്ലറയിലുള്ളത് സ്വാഭാവിക രീതിയിൽ സംസ്കരിച്ച മൃതദേഹങ്ങൾ തന്നെയെന്ന് പോലീസ് കണ്ടെത്തി. നമ്പറുകളിലെ മാറ്റമാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. ആദ്യമുണ്ടായിരുന്ന നമ്പർ ഇടയ്ക്ക് മാറ്റിയിരുന്നു. 2006-ലും 2015-ലും മൃതദേഹം സംസ്കരിച്ച കാര്യം ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറയിൽ മൃതദേഹം അടക്കം ചെയ്തതിനടുത്താണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയത്. തുടർന്നായിരുന്നു അന്വേഷണം. കെ വി ബൈജു ചേരുന്നു. ബൈജു, പ്രശ്നങ്ങൾ അവസാനിച്ചു, പക്ഷേ കുറച്ച് സമയത്തെ ഒരു പരിഭ്രാന്തിയും ദുരൂഹതയും ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? രഞ്ജിത്തെ, ഈ പ്രശ്നം ദുരൂഹത മാറി എന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് നിലവിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നു. അതായത് ഈ പള്ളി വികാരി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കല്ലറ തുറന്ന് ഇത് കൃത്യമായി പരിശോധിക്കണമെന്നാണ്. കാരണം ഇപ്പോൾ രേഖാപ്രകാരം നോക്കിയപ്പോൾ 2006-ലും അതുപോലെ തന്നെ 2015-ലും ഈ ഒരു 38-ാം നമ്പർ കല്ലറയിൽ സംസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ സംശയം തീരുന്നില്ല. എന്താണ് ഈ സംഭവിച്ചത്? കാരണം ഒരു കല്ലറയിൽ തന്നെ 2 മൃതദേഹം ഇങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത് വിശദമായി പരിശോധിക്കണമെന്ന ഒരു ആവശ്യവുമായി ഇപ്പോൾ ഫാദർ ഈ പള്ളിയുടെ വികാരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഈ 2006-ലെയും 2015-ലെയും അവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ പോലീസ് പറയുന്നത് ഇതിൽ വ്യക്തത ദുരൂഹതയൊന്നുമില്ല, ദുരൂഹതയെല്ലാം മാറിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ പള്ളിയുടെ ഭാഗത്തും ഇങ്ങനെ ഒരു ആവശ്യം വന്നു എന്നതാണ് ഇതിൽ വീണ്ടും ഒരു ട്വിസ്റ്റ്. ഏതായാലും ദുരൂഹത അകന്നുവെന്ന് പോലീസ് പറയുമ്പോൾ പള്ളി അതിലൊരു തീരുമാനമെടുക്കുന്നു. അത് കൃത്യമായി പരിശോധിച്ച്, കാരണം ഇപ്പോഴും പ്ലാസ്റ്റിക് ഈ ഒരു പായൽ പൊതിഞ്ഞ നിലയിലാണ് ഇതുള്ളത്, അത് തുറന്ന് പരിശോധിച്ചിട്ടില്ല. രേഖ പ്രകാരം നോക്കിയപ്പോഴാണ് പോലീസിന് ഇങ്ങനെ ഒരു സ്ഥിരീകരണം എത്തിയത്. പക്ഷേ 10 വർഷം പഴക്കമുള്ള മൃതദേഹം ഇതേ രീതിയിൽ എങ്ങനെ കിടക്കുന്നു എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊരു സംശയത്തിന് ഇടം നൽകാതെ വിധം നിയമപരമായി ഇതിലൊരു പരിശോധന നടത്തിയതിനു ശേഷം ഒരു തീരുമാനമെടുക്കണമെന്നൊരു ആവശ്യവുമായി ഇപ്പോൾ പള്ളി കമ്മിറ്റി, അതായത് അവിടുത്തെ ആളുകളും അതുപോലെ തന്നെ പള്ളി വികാരി ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു സംഭവം ചർച്ചാ വിഷയമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ആവശ്യപ്രകാരം ഇത് തുറന്ന് ഇതിനകത്ത് എന്താണ് എന്നതൊരു പരിശോധന നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. രഞ്ജിത്ത്, ശരി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉടൻ രാജിവെക്കും. രാജ്യസഭാംഗത്വ കാലാവധി പൂർത്തിയായതിനാലാണ് രാജി സമർപ്പിക്കുന്നത്. രാജ്യസഭാംഗത്വം നീട്ടി നൽകുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. കേരളത്തിലേക്ക് മടങ്ങി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് ജോർജ് കുര്യന്റെ നീക്കമെന്നാണ് സൂചന. സൈത്ത് നേരത്തെ തന്നെ ഈ രാജ്യസഭാംഗത്വ കാലാവധി അദ്ദേഹത്തിന്റെ പുതുക്കി നൽകാതിരുന്നപ്പോൾ രാജി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ഒരു പുനഃസംഘടനയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ് കേന്ദ്രമന്ത്രിസഭയിൽ. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ്, മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് നിലവിൽ ജോർജ് കുര്യൻ. അതിനെ തുടർന്നാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത്. പക്ഷേ പുതിയ രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്നുള്ള BJP ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തുടരണമെങ്കിൽ രാജ്യസഭാംഗത്വം നീട്ടി നൽകണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടുന്ന് സീറ്റ് കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് രാജി സമർപ്പിച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാനുള്ള ജോർജ് കുര്യൻ്റെ തീരുമാനം. ഉടൻ തന്നെ ജോർജ് കുര്യൻ രാജി സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ തട്ടകം ഇനി കേരളമായിരിക്കും. കേരളത്തിലെ സംഘടനാ ചുമതലകളിലേക്ക് അദ്ദേഹം മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ BJPയുടെ സംഘടനാ പുനഃസംഘടനയും ഉടൻ തന്നെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൂടിയായിരുന്ന ജോർജ് കുര്യൻ മടങ്ങിയെത്താനാണ് സാധ്യത. നേരത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോർ കമ്മിറ്റി അംഗം തുടങ്ങിയ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച വ്യക്തി കൂടിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം BJPയുടെ സ്ഥാപക
മുതൽ സജീവമായി സംഘടനാ രംഗത്തുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന് മികച്ച ഒരു പരിഗണന എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രീയ മന്ത്രിസ്ഥാനം വിലയിരുത്തപ്പെട്ടത്. എന്തായാലും അദ്ദേഹം ചെറിയൊരു കാലയളവ് പൂർത്തിയാക്കി വീണ്ടും സംഘടനാ രംഗത്തേക്ക് മടങ്ങിയെത്താൻ പോവുകയാണ് ജോർജ് കുര്യൻ. ശരി സൈത്ത്. നിയമസഭാ തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിൽ വ്യക്തിപരമായ പരാമർശങ്ങളില്ലെന്ന് എം.വി. ഗോവിന്ദൻ. ഏതെങ്കിലും നേതാവിനെ കുറ്റപ്പെടുത്തിയല്ല റിപ്പോർട്ട്. സംഘടനാപരമായ പ്രശ്നങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. തനിക്കെതിരെ MABU പരാമർശം നടത്തിയെന്നത് മാധ്യമ വ്യാഖ്യാനം മാത്രമെന്നും എം.വി. ഗോവിന്ദൻ വിശദീകരിച്ചു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച രേഖ. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ആ രീതിയാണ് പാർട്ടി കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറായത്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കോടതി ഉത്തരവ് വന്ന ശേഷം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനും മറ്റുമെതിരായ കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടർ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേസ് ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനമേറ്റിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടായത്. എന്തുകൊണ്ട് ഈ കേസിൽ ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല, യാതൊരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷണ സംഘത്തെ തന്നെ അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന ചുമതലക്കാരനെ തന്നെ ഇതിൽ നിന്ന് മാറ്റേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ച അടുത്ത ദിവസമാണ് ഇപ്പോൾ ആദ്യ കുറ്റപത്രത്തിന് കേസിലെ ആദ്യ കുറ്റപത്രത്തിന് അഡീഷണൽ വിജിലൻസ് ഡയറക്ടർ അതിന് ഒരു അനുമതി നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇത് സമർപ്പിക്കുകയും ചെയ്യും. 70 കേസുകളായിട്ടാണ് അന്വേഷണം ഉള്ളത്. 70 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഇപ്പോൾ ആദ്യ കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. 2 കേസുകളിൽ കൂടി നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതുകൂടി അതിൻ്റെ പുരോഗതി കൂടി ഹൈക്കോടതിയിൽ വിജിലൻസ് അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ടും എന്തുകൊണ്ട് ഈ കേസിൽ യാതൊരു രീതിയിലുള്ള മുന്നോട്ട് പോക്കും ഇല്ല എന്നത് വലിയ ചോദ്യമായി, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി തന്നെ അത് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിലുണ്ടായിരുന്നത് കഴിഞ്ഞ തുടർച്ചയായി ഇടത് സർക്കാരിൻ്റെ കാലത്ത് യാതൊരു രീതിയിലുള്ള നടപടികളും പുരോഗതികളും ഉണ്ടാകാതിരുന്നത് വെള്ളാപ്പള്ളി നടേശന് ഇടത് സർക്കാരുമായുള്ളൊരു ബന്ധം കൊണ്ടാണ് എന്ന രീതിയിലെല്ലാം തന്നെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണിപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കേസിൽ വയനാട് യൂണിയൻ്റെ SNDPയുടെ വയനാട് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 ലക്ഷം രൂപയുടെ അഴിമതി എന്ന രീതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെമ്പാടുമായി ഈ കേസിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉയർന്നിരുന്നത്. സംസ്ഥാന പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്ന് ഏതാണ്ട് തുക കുറഞ്ഞ പലിശയ്ക്ക് തുക എടുക്കുകയും പിന്നീട് ഉയർന്ന പലിശയ്ക്ക് അത് SNDP യൂണിയൻ്റെ വിവിധ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ വഴി ഇത് വിതരണം ചെയ്യുകയും എന്നതാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളിലേക്ക് കടന്നിരുന്നുവെങ്കിലും കുറ്റപത്രമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഈ കേസിൽ ഉണ്ടാകുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ആദ്യ കേസിലാണ് കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുന്നത്. 2025 ശബരിമലയിൽ സ്വർണം പൂശിയതിലെ ക്രമക്കേടിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രം നൽകിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് ചില ചാനലിൽ വാർത്ത ഉണ്ട്, പക്ഷെ അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നവരെ ഒന്നും ചെയ്യാനില്ല. ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, അത് നോക്കിയിട്ട് ചെയ്യാം. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം നൽകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കൊള്ള എവിടെ നടന്നാലും അന്വേഷിക്കണം. ഈ വർഷം മുതൽ ശബരിമലയിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും. എല്ലാ ഇടപാടുകളും ഡിജിറ്റലായി മാത്രം നടത്തും. ബജറ്റ് നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാമ്പത്തിക സഹായത്തേക്കാൾ സാങ്കേതിക സഹായമാണ് വേണ്ടതെന്നും കെ ജയകുമാർ പറഞ്ഞു. അന്വേഷണമായിട്ട് സഹകരിക്കല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അന്വേഷണമായിട്ട് സഹകരിക്കും. നമ്മൾ വിവരം അറിഞ്ഞിട്ടില്ല. ശബരിമല വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. എന്നാൽ സൗകര്യങ്ങൾ ദേശീയ തലത്തിലില്ല.
അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ. അതിന്റെ കൂടെ ഇപ്പോൾ ഗവൺമെന്റ് കൂടി ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു പുതിയൊരു പ്രചോദനം കിട്ടും. ഒരുപക്ഷെ പണവും കിട്ടുമായിരിക്കും. പണത്തെക്കാൾ കൂടുതൽ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള അറിവുകൾ സഹായമൊക്കെയാണ്. LDF സർക്കാരിന്റെ കാലത്ത് തന്നെ കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായെന്ന മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് മുൻമന്ത്രി വി ശിവൻകുട്ടി പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം ഇക്കഴിഞ്ഞ മെയ് 8-ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്ത്. പദ്ധതി പൂർത്തിയാക്കാൻ പരിമിതമായ സമയം മാത്രമാണ് ബാക്കിയെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്നും കത്തിലുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് MSF മന്ത്രിസഭാ ഉപസമിതിക്ക് കത്ത് നൽകി. VV അരുണിന്റെ റിപ്പോർട്ട്. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതിന് ന്യായീകരണമായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഇടത് സർക്കാർ കരാറിൽ ഒപ്പിട്ടപ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയാൽ മാത്രം അതില്ലാതാകില്ല. ഇനി ആ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറണമെങ്കിൽ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലെ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇന്നലെയും മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ചത്. അതിനെ തള്ളുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സതീശന്റെ ആരോപണങ്ങളെ, വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്നൊരു പുറത്തുവിട്ടൊരു കത്തിലൂടെ വി ശിവൻകുട്ടി ചെയ്തത്. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുക്കുകയും അവർ രേഖാമൂലം കത്ത് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സഞ്ജയ് കുമാർ IAS നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകന് അയച്ച ഒരു കത്താണ്. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു നടപ്പിലാക്കുന്നില്ല, വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു മറുപടിയും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വർഷം മെയ് 8-ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്താണ് വി ശിവൻകുട്ടി പുറത്തുവിട്ടത്. നവംബറിൽ അയച്ച 2025 അയച്ച കത്ത്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത്, വിദ്യാഭ്യാസ സെക്രട്ടറി അയച്ച കത്ത് പുനഃപരിശോധിക്കണമെന്നായിരുന്നു ഇതിലെ ആവശ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനം കരാറിന്റെ ഭാഗമല്ല, കരാറിൽ ഏർപ്പെട്ടിട്ടുമില്ല എന്ന മുൻ സർക്കാരിന്റെ ഇടത് മുന്നണിയുടെ വാദങ്ങൾ ശക്തി പകരുന്ന കത്താണ് ഇന്ന് വി ശിവൻകുട്ടി പുറത്തുവിട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റേത് UDF-ൻ്റേത് U-ടേൺ ആണെന്ന വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഉന്നയിച്ചത്. ആദ്യം പണം വാങ്ങി എന്നൊക്കെയുള്ള കളവാണ് പറഞ്ഞത്, അതിപ്പോൾ മാറ്റി. PMCയുടെ ഭാഗമായിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല, കൊടുക്കുന്നില്ല. കാരണം എങ്ങനെയാണ്, എവിടെയാണ് നടപ്പിലാക്കുന്ന പാടില്ല, ഏത് സ്കൂളിലാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. PMC പറയുന്നതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട സ്കൂളുകളാണ് കേരളത്തിലുള്ളത്, ഇപ്പം തന്നെ നിലവിലുള്ളത്. അപ്പോൾ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചവറ്റുകുട്ടയിൽ എറിയും, അറബിക്കടലിലേക്ക് താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴും PMC പദ്ധതി നടപ്പിലാക്കാൻ ഒരുമ്പിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. കരാറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം UDF-നുള്ളിലും ശക്തമാവുകയാണ്. MSF മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റിക്ക്, മന്ത്രിസഭാ ഉപസമിതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണ് PMC പദ്ധതി, അതുകൊണ്ട് തന്നെ കരാറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് MSF മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദരാക്കുന്ന നീക്കമാണ് ഇപ്പോൾ MSF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. SFI പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയടക്കമുള്ള സമരപരിപാടികളുമായി SFI സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ AYF ASF-ഉം ഒക്കെ സമരം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് സർക്കാർ നൽകിയിട്ടുമുണ്ട്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തീരുമാനിക്കാനുള്ള അവകാശം CPM-നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കീഴ്വഴക്കമനുസരിച്ച് രണ്ടും കൈകാര്യം ചെയ്യുന്നത് CPIM ആണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ മുൻ കീഴ്വഴക്കനുസരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ CPIM തന്നെയാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. അത് മുമ്പ് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഈ രീതി തന്നെയാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയ്ക്കിടെ പ്രതിഷേധമുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയമായി നീങ്ങിയപ്പോൾ അതിനെ എതിർത്തു.
5-8 മണിക്കൂർ പ്രതിഷേധം വന്നപ്പോൾ സ്വാഭാവികമായി പ്രതികരണം ഉണ്ടായി എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ആരോഗ്യരംഗത്ത് സർക്കാർ പരാജയമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. വകുപ്പ് മേധാവികൾ തമ്മിൽ തർക്കം. അവലോകന യോഗം പോലും ചേരാൻ കഴിയുന്നില്ലെന്നും പ്രശ്നങ്ങളിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ വിദേശ വനിതയ്ക്ക് എബോള ഇല്ലെന്ന് സ്ഥിരീകരണം. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച രക്തസാമ്പിളുകളുടെ ഫലം നെഗറ്റീവാണ്. പരിബാധിതയായാണ് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തു. കോഴിക്കോട് മാവൂരിൽ പനി ബാധിച്ച സ്ത്രീ മരിച്ചു. മാവൂർ പാറമ്മൽ സ്വദേശി സുനിതയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. പനിബാധിതയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് വയറിളക്കവും പനിയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഷിഗല്ല പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത്. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് കർണാടക ലോബിക്ക് വേണ്ടിയെന്ന് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ്. ഇത് അഴിമതിക്ക് കളമൊരുക്കാനാണ്. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും MB രാജേഷ് പറഞ്ഞു. മദ്യത്തിനെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മദ്യം സുലഭമാക്കി മാറ്റുന്നത്. ഇതിനാണ് മദ്യം ഒഴുക്കുക എന്ന് പറയുന്നത്. ഇത് കഴിക്കാൻ ബാറിൽ പോകേണ്ട ആവശ്യമില്ല. ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാം, അപ്പം തന്നെ നിന്നിടത്ത് നിന്ന് ഉപയോഗിക്കാം. ആ മദ്യം സുലഭമാക്കി അതിന് നികുതി ഇളവും കൊടുത്തു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയത് 600 കോടി രൂപയുടെ നഷ്ടം ഈ നികുതി ഇളവിലൂടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിൻ്റെ ചെലവിൽ മദ്യം വ്യാപകമായി ഒഴുക്കി സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ VD സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്. എത്ര കിട്ടിയത് കൊണ്ടാണ് ഈ ഇളവ് കൊടുത്തത് എന്ന്. ഇടത് സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. എന്നാൽ നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്ന 251% നികുതി നൽകണമെന്നായിരുന്നു നൽകണമായിരുന്നു. ബജറ്റിൽ 0.5 അല്ലെങ്കിൽ തൊട്ട് 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175%മാണ് പുതിയ നികുതി ഘടന. നീറ്റ് പുനഃപരീക്ഷ നാളെ. കനത്ത സുരക്ഷയിലാണ് പരീക്ഷ നടക്കുക. അതിനിടെ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഔദ്യോഗിക സന്ദേശങ്ങൾ 7827980287 എന്ന വാട്സപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും ലഭിക്കുകയെന്നും അത് ബ്ലൂടിക്ക് വെരിഫൈഡ് നമ്പറാണെന്നും NTI അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരികെ സന്ദേശം അയക്കാനാവില്ല. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല. OTP ആവശ്യപ്പെടില്ല. പണമടയ്ക്കാൻ ആവശ്യപ്പെടില്ല എന്നും ചോദ്യപേപ്പർ സംബന്ധിച്ച് ഒരു കാര്യവും ഉണ്ടാകില്ലെന്നും NTA അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതിന്റെ സന്തോഷത്തിലാണ് മധ്യ കേരളത്തിലെ കർഷകർ. പ്രതിസന്ധിയിലായ മേഖലയ്ക്ക് വലിയ ആശ്വാസമായി ഇത് മാറുമെന്ന് കർഷകർ പറയുന്നു. അതേസമയം വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് ഉൾപ്പെടെ നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. 300 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ കൃഷി ലാഭത്തിലാകൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഓരോ ബജറ്റും വലിയ പ്രതീക്ഷയാണ്. ഇത്തവണയും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റ് എത്തിയോ? കർഷകരാണ് എനിക്കൊപ്പം ഉള്ളത്. എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ്. UDF മുന്നണി തന്നെ അധികാരത്തിൽ വന്നാൽ റബ്ബർ വില ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേതായാലും ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 250 രൂപയായി വർദ്ധിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ന്യായമായ ഒരു കാര്യമായിരുന്നു എന്ന് മാത്രമല്ല, സർക്കാർ ന്യായമായി പെരുമാറുകയും ചെയ്തു. അതാണ് ആദ്യം പറയാനുള്ളത്. പക്ഷേ രണ്ടാമത് എനിക്ക് പറയാനുള്ള അതിൻ്റെ ഗുണഫലം സർക്കാർ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മുഴുവൻ ആളുകൾക്ക് കിട്ടുന്നില്ല. 25% തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുന്നു എന്ന് റബ്ബർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റബ്ബർ മാസികയിലൂടെ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കുന്നതിന് വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് യാതൊരു ഇല്ലതാണ്. 25% തോട്ടം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ടൺ റബ്ബറിൻ്റെ ഉൽപ്പാദന കുറവെന്നാണ് അതിൻ്റെ അർത്ഥം.
എന്ന് വെച്ചാൽ ആകെ നമ്മുടെ രാജ്യത്ത് 6 ലക്ഷം ടണ്ണ് ചില്ലുവാനുമാണ് കുറവുള്ളത് ഉൽപ്പാദന ഉപയോഗം. അതിൽ 3/1, 4/1, 3/1 ഇടയ്ക്കുള്ള അളവ് ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അത് വെട്ടിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഈ മേഖലയിൽ ഈ 10-15 കൊല്ലമായിട്ട് വിലയിടിവുകൾ വന്നതുകൊണ്ട് ഗവൺമെൻറ്റും കമ്പനിയൊക്കെ ഏറെക്കുറെ ഒന്ന് യോജിച്ചാണ് ഈ വിലയിടിച്ച് ഉണ്ടായത്. അതിൻ്റെ ഫലം എന്താണ്? കൃഷിക്കാർ അസംഘടിതരായതുകൊണ്ട് അവരുടെ മക്കളെയൊക്കെ മറ്റ് മേഖലയിലേക്ക് തിരിച്ചു, കൃഷിക്കാരും വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇതൊന്നുമല്ല, 25% തോട്ടമാണെന്ന് വിചാരിച്ചോണം. അത് വലിയൊരു നഷ്ടമാണ്. ഇത് വെട്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ശ്രീ സുരേഷ് ഗോപി വഴി പീയൂഷ് ഗോയലുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം കമ്പനിക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. കമ്പനിക്കാരുടെ CSR ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ട തുക നൽകാമെന്ന് കമ്പനിക്കാർ സമ്മതിച്ചു. അതനുസരിച്ച് ഒരു പത്രസമ്മേളനം നടത്തി, പത്രവാർത്തയുണ്ടായിരുന്നു. റബ്ബർ ബോർഡിൻ്റെ പ്രതിനിധികളുമായി അവർ വിളിച്ച് ചർച്ച ചെയ്തു, ഈ കാര്യം ഉന്നയിച്ചു. പക്ഷേ നടപടിയെടുക്കേണ്ടത് റബ്ബർ ബോർഡാണ്. കാരണം വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതപത്രം, പിന്നെ അത് വെട്ടിക്കാനായിട്ട് തൊഴിലാളികളെ കൊണ്ടുവരണം, ഇവിടെ അതിന് കേന്ദ്രീകരിക്കണം, പിന്നെ ആ പാലെടുത്ത് 4 ഷീറ്റ് ആക്കണം. ഇങ്ങനെയുള്ള കുറേ നടപടികളുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ആയിരക്കണക്കിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുണ്ട്, നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നു. അവർ വഴി ഇത് വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയും. പക്ഷേ റബ്ബർ ബോർഡ് അതിന് നേതൃത്വം കൊടുക്കണം. ഞങ്ങൾ റബ്ബർ ബോർഡുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ട് 1.5 മണിക്കൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഇത് ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴ് ഞങ്ങളുടെ നാട്ടുകാരൻ ശ്രീ ഹരി റബ്ബർ ബോർഡ് ചെയർമാനായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇത് ഏറെക്കുറെ അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം മുൻകൈയെടുത്തും ഗവൺമെൻറ് മുൻകൈയെടുത്ത് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന്, തൊഴിലാളികളെ കൊണ്ടുവന്ന് മാന്യമായ വേതനവും കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങളുടെ വെട്ടിക്കാണെങ്കിൽ കൃഷിക്കാർക്ക് ലാഭമെന്ന്, ഗവൺമെൻറ് ലാഭം. കാരണം വലിയ ലാഭമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും മുന്തിയ പരിഗണന ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാന്നുള്ളതാണ്, റീപ്ലാന്റ് ചെയ്യുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് കേര വികസന പദ്ധതി അനുസരിച്ച് 2535 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അവർ ആ ഫണ്ട് ഒരു വിഭാഗം ഉപയോഗിച്ച് റബ്ബർ റീപ്ലാന്റ് ചെയ്യുക, മറ്റൊരു ഒരു വിഭാഗം ഉപയോഗിച്ച് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 13 തോട്ടങ്ങളിൽ അവർ ഈ കാർബൺ ക്രെഡിറ്റ് പഠനം നടത്തുന്നു. കാർബൺ ക്രെഡിറ്റ് പഠനം നടത്തി ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ പ്രൈവറ്റ് തോട്ടങ്ങളിലും ഇതുപോലുള്ള തോട്ടങ്ങളല്ലാത്ത സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള പല പ്ലാവ്, ആഞ്ഞിലി, റബ്ബർ ഇങ്ങനെയുള്ള നിരവധിയുണ്ട്. നമ്മുടെ കേരളം നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് പ്രൈവറ്റ് തോട്ടങ്ങളിലും ഇതേ രീതിയിൽ കാർബൺ സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിവേദനം കൊടുത്തു മന്ത്രിക്ക്. അതിൽ ഡയറക്ടറുടെ മറുപടി, നിങ്ങളുടെ തോട്ടങ്ങളൊക്കെ തുണ്ടുവൽക്കരിച്ചിരിക്കുക, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് കേന്ദ്രമന്ത്രിയാണോ? അല്ലല്ല, നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണല്ലോ കേര പദ്ധതി 2535 കോടി രൂപ കഴിഞ്ഞ സർക്കാരിലെ മന്ത്രി. അതെ, കഴിഞ്ഞ സർക്കാർ. ആ മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തപ്പം മന്ത്രിയുടെ ഡയറക്ടറെ കൊടുത്ത്, ഡയറക്ടറുടെ ഞങ്ങൾക്ക് കിട്ടിയ എൻ്റെ കത്തിരിപ്പുണ്ട്, നിങ്ങളുടെ തോട്ടങ്ങളെല്ലാം തുണ്ടുവൽക്കരിച്ചിരിക്കുക, സ്വകാര്യ തോട്ടങ്ങൾ. താരസംഘടനയായ അമ്മയിലെ തർക്കം തുടരുന്നതിനിടെ വാർഷിക പൊതുയോഗം നാളെ ചേരും. കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ രാവിലെ 10 മണി മുതലാണ് യോഗം. നിലവിലുള്ള എക്സിക്യൂട്ടീവ് ആകെ മാറി പുതിയ നേതൃത്വം വരണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ നിലപാട്. എന്നാൽ വനിതാ നേതൃത്വത്തെ മാറ്റിയാൽ സംഘടനയ്ക്ക് തന്നെയാണ് മോശം എന്ന വിലയിരുത്തലിലാണ് മുതിർന്ന താരങ്ങൾ. അൻസിബ ഹസനെതിരായ നടപടി ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്ന് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ നിലപാട് സ്വീകരിച്ചു. നാളെ ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ എന്തായാലും അൻസിബയുടെ വിഷയം സംഘടനയിൽ ചർച്ച ചെയ്യും. സ്വാഭാവികമായും സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അൻസിബയുടെ തീരുമാനങ്ങൾ, നടപടികൾ എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഒരു ഭാഗം അംഗങ്ങളും. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതി മാറണം എന്നൊരു ആവശ്യവുമൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി
ഒരു ഒപ്പ് ശേഖരണം അടക്കം നടക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള കമ്മിറ്റി അത് മാറിക്കഴിഞ്ഞാൽ അത് സംഘടനയിൽ തന്നെ മോശമാകുന്ന രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ചിത്രീകരണം ഉണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ സംഘടന തന്നെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നാണ് മുതിർന്ന താരങ്ങളുടെ തീരുമാനം. എന്തായാലും ഇതെല്ലാം നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഒരു പൊട്ടിത്തെറി തന്നെയാണ് നാളെ ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാകുക. അതേസമയം ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബ വിഷയം ചർച്ച ചെയ്തില്ല. അതിന് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ. ഇനി ഒരു ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ജനറൽ ബോഡിയിൽ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകട്ടെ, ചർച്ചയുണ്ടാകട്ടെ എന്നൊരു നിലപാടിൽ ആണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കം എടുത്തിരിക്കുന്നത്. എന്തായാലും ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അൻസിബ ടിനി ടോമിനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരായിട്ടുള്ള പോലീസിൽ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചത്. അതിൽ ടിനി ടോമിനെതിരായിട്ടുള്ള അന്വേഷണം, കടവന്ത്ര പോലീസിന്റെ അന്വേഷണവും ഈ അന്വേഷണത്തിൽ കഴമ്പില്ല, അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിൽ എത്തുന്നു എന്നാണ് സൂചന. കടവന്ത്ര പോലീസ് സെൻട്രൽ ACPക്ക് റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും നിലവിൽ അൻസിബ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അൻസിബ നിലപാടെടുക്കുന്നത്. നാളെ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ അൻസിബ പങ്കെടുക്കുകയും ചെയ്യും. ഇനി ലോക ഫുട്ബോൾ വാർത്തകൾ. രണ്ടായിരത്തി 26 ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ തോൽപ്പിച്ചത്. ആദ്യ പകുതിയിലായിരുന്നു 3 ഗോളുകളും. ആദ്യ 11-ൽ ഇടം പിടിച്ച മത്തയൂസ് കുഞ്ഞ 2 ഗോൾ നേടി. 23-ാം മിനിറ്റിലും 36-ാം മിനിറ്റിലുമായിരുന്നു കുഞ്ഞയുടെ ഗോളുകൾ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ വിനീഷ്യസ് ജൂനിയറാണ് ലീഡ് 3 ആക്കിയത്. രണ്ടാം പകുതിയിൽ ലീഡ് ഉയർത്താൻ ഇറങ്ങിയ ബ്രസീലിന് ഹെയ്ത്തി പ്രതിരോധത്തെ മറികടക്കാനായില്ല. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്തെത്തി. 2 മത്സരങ്ങളും തോറ്റ ഹെയ്ത്തി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ബ്രസീലിന് ആശങ്കയായി റഫീഞ്ഞയുടെ പരിക്ക്. മത്സരത്തിന്റെ 40-ാം മിനിറ്റിലാണ് പരിക്കിനെ തുടർന്ന് റഫീഞ്ഞ തിരികെ കയറിയത്. തുടയിലെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ബ്രസീൽ ടീം വ്യക്തമാക്കിയിട്ടില്ല. വികാരഭരിതനായി റഫീഞ്ഞ സ്റ്റേഡിയം വിടുന്ന ദൃശ്യങ്ങൾ ആരാധകർക്ക് ആശങ്കയായി. ബ്രസീലിന്റെ 3 ഗോളിന്റെ ജയം ആരാധകർക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഇക്കുറി കപ്പ് തൂക്കുമെന്ന് ബ്രസീൽ ആരാധകർ പറയുമ്പോൾ കളി അത്രയ്ക്കങ്ങ് പോരെന്നാണ് അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ആരാധകർ പറയുന്നത്. ബ്രസീൽ 3-0 കളി വിജയിച്ചിരിക്കുന്നു. രണ്ടാം പകുതിയിൽ ഗോളൊന്നും നേടാനായില്ലെങ്കിൽ ആദ്യ പകുതി വലിയ ആവേശത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു കളി? കളി നല്ല കളിയല്ലേ, ബ്രസീലിന്റെ നല്ല കളിയല്ലേ. പിന്നെന്താ രണ്ടാം പകുതി പക്ഷേ ഗോൾ നേടിയില്ലല്ലോ. എന്ത് പിന്നെ ചെറിയൊരു സമ്മർദ്ദത്തിൽ ഒന്ന് പിടിച്ചു നോക്കി, ബാക്കിൽ ഒന്ന് പിടിച്ചു, അത്രയുള്ള കുഴപ്പമൊന്നുമില്ല. വേറെ ഗോളൊക്കെ കരുതി പ്രതീക്ഷിച്ച് ഹാപ്പിയാണ്. കളി നല്ല കളിയാണ്. പിന്നെ ഇത്രയും 3-0 പ്രതീക്ഷിച്ചത്. അതിലപ്പുറത്ത് ഗോൾ നേടാറുന്നില്ലേ? സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. അത് വന്നില്ല. സെക്കൻഡ് ഹാഫിൽ ഡിഫെൻഡിംഗ് ആണ് നോക്കിയത്, ഗോൾ വരാതിരിക്കാൻ നോക്കിയത്. അർജന്റീനയുടെ പോലെ തന്നെ 3-0 ആവാൻ കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? ബ്രസീൽ ഫാനല്ല, എന്നാലും ബ്രസീലിന്റെ നല്ലൊരു കളി കാണാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു കളി? അർജന്റീന മാതിരി ടീം വലിയൊരു രസമുണ്ടായിരുന്നില്ല കളി. അർജന്റീന നല്ല ഒത്തൊരുമയോടെയാണ് കളിച്ചത്. അത്ര കളറായില്ല. ബ്രസീൽ ഫാൻസൊക്കെ ഇവിടെ കളി എന്താ കുഴപ്പമില്ല. കൂടുതൽ അടിക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് വേണ്ടത്ര കളി വന്നില്ല. എന്നാലും അടുത്ത കളി ഒന്നുകൂടെ ഉഷാറാക്കും. ഓരോരുത്തരൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കളി? എന്താണ് അടിപൊളി കളിയായിരുന്നു. ഈ ഒരു 3-0 ആയിരുന്നു. അതിലും കൂടുതൽ ഗോൾ നേടാറുന്നില്ലേ? എന്നാലും മത്സരം ബ്രസീലിന് ആധികാരികമായി വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. രണ്ടാം പകുതി ഗോൾ നേടാനായില്ല എന്നുള്ളത് അല്പം നിരാശ നൽകുന്നതാണെങ്കിലും 3-0 മികച്ച വിജയം നേടി അനിവാര്യമായ ജയം ബ്രസീൽ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആതിഥേയരായ USA ലോകകപ്പ് നോക്കൌട്ടിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USന്റെ ജയം. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെയാണ് US മുന്നിലെത്തിയത്. ഫ്ലോറിൻ ബലോഗൻ നടത്തിയ മുന്നേറ്റമാണ് ഗോളിന് വഴിയൊരുക്കിയത്. ടീമിലെ പ്രായം കുറഞ്ഞ താരം അലക്സ് ഫ്രീമാനാണ് ഹെഡറിലൂടെ USന്റെ ലീഡ് ഉയർത്തിയത്.
ലൈൻ റഫറി ആദ്യം ഓഫ്സൈഡ് വിളിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ അനുവദിക്കുകയായി. ലോകകപ്പിൽ നെതർലൻഡ്സ് ഇന്ന് സ്വീഡനെ നേരിടും. ആദ്യ മത്സരത്തിൽ ജപ്പാനോട് സമനില വഴങ്ങിയ ഡച്ച് ടീമിന് ഇന്നത്തെ മത്സരഫലം നിർണായകമാണ്. ഹൂസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 കളി. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. ആദ്യ മത്സരം ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് രണ്ട് ടീമുകളും. പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ ഇക്വഡോറും കുറസോവയും ഏറ്റുമുട്ടും. ആദ്യ ജയമാണ് രണ്ട് ടീമിന്റെയും ലക്ഷ്യം. ടൊറന്റോയിലാണ് മത്സരം. രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ നേരിടും. നെതർലൻഡ്സിനെ സമനിലയിൽ പിടിച്ച ആത്മവിശ്വാസത്തിലാണ് ജപ്പാൻ. സംസ്ഥാനത്ത് ലഹരി മരുന്നിന്റെ ഉപയോഗവും വിതരണവും തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പുന്നപ്രയിൽ ജനകീയ ബോധവൽക്കരണം. പുന്നപ്ര പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷ് സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പറവൂർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുരളീകൃഷ്ണൻ, SI-മാരായ ജയേഷ് ചന്ദ്രൻ, ബോബൻ, SPC ഇൻസ്ട്രക്ടർമാരായ ദബൻ ഷാ, സുഭാഷ് കാർത്തിക, CPO അരുൺ എന്നിവരും സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിക്ക് നേതൃത്വം നൽകി. തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കുള്ളതല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റ്യാടി സംഭവം പ്രത്യേകമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൂഫാൻ വാരിയർമാരായി സാമുദായിക നേതാക്കൾക്ക് അണിനിരക്കാം. ലഹരി മാഫിയയെ ഒറ്റക്കെട്ടായി നേരിടണം. 26 എല്ലാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കും. 15 കോടിയുടെ ലഹരി മരുന്ന് ഇതുവരെ പിടികൂടിയെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയർ, തൂഫാൻ കെയർ എന്നീ 3 ഘട്ടങ്ങളാണ് ഉള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒന്ന് തൂഫാൻ സ്ട്രൈക്ക്, പോലീസ് ഇറങ്ങി ഇത്തരം ആളുകളെ പിടിക്കുക. രണ്ടാമത്തെ തൂഫാൻ വാരിയേഴ്സ്, ഇവരെല്ലാം ഞാൻ തൂഫാൻ വാരിയേഴ്സാക്കി. അപ്പോൾ തൂഫാൻ വാരിയേഴ്സ് ഇതിൻ്റെ ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രചരണം, അവരുടെ അനുയായികളുടെ ഇടയിലുള്ള പ്രചരണം, ഇതെല്ലാമാണ് അവർ. മൂന്നാമത്തേതാണ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നവരെ പെട്ടെന്ന് അത് നിർത്തിക്കഴിഞ്ഞാൽ വിഡ്രോവൽ സിൻഡ്രം ഒക്കെ ഉണ്ടാകും. അവരെ പുനരധിവസിപ്പിക്കുക, അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വൈദ്യ ശുശ്രൂഷ നൽകുക. ധാരാളം സഭാ നേതാക്കന്മാർ തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം സെൻറ്ററുകളുമുണ്ട്. അവർ അതിൻ്റെയൊക്കെ സഹായം നമ്മൾ ചെയ്യും. കോഴിക്കോട് കൊയിലാണ്ടി പോയിൽക്കാവിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. പോയിൽക്കാവ് സ്വദേശി സുധയാണ് കൊല്ലപ്പെട്ടത്. വീടിന് മുൻപിലുള്ള ഷെഡിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. തൃപ്രയാറിൽ വിദേശ നാണയ വിനിമയത്തിന്റെ പേരിൽ വിളിച്ചുവരുത്തി 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. കുറ്റവാളി രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള കുഴൽപ്പണ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ളവരെ മുളകുപൊടി സ്പ്രേ ചെയ്ത് ആക്രമിച്ചാണ് പണം തട്ടിയത്. പ്രതികൾക്കായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ശക്തമാക്കി. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന. തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമ്പി കുത്തിക്കയറിയ അപകടം. നഗരത്തിലെ ഒരു പ്രമുഖ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിലിന്റെ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന കമ്പി കുട്ടിയുടെ പിൻഭാഗത്ത് തുളച്ചു കയറുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാസേന 30 മിനിറ്റ് കൊണ്ട് കമ്പി മുറിച്ചാണ് കുട്ടിയെ രക്ഷിച്ചത്. ഏതാണ്ട് 52 സെന്റിമീറ്ററോളം നീളത്തിലുള്ള കമ്പി വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ കുത്തിക്കയറി. കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്രിട്ടനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു വൻ അപകടം. ലണ്ടനിലെ ബെഡ്ഫോർഡിന് സമീപം 2 സൗത്ത് ബൗണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. 50ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. 22 പേരുടെ നില ഗുരുതരമാണ്. കോട്ടയം കടുത്തുരുത്തി ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ചു. രാവിലെ 8:30യോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല.
പെട്രോൾ പമ്പുകളിൽ നിന്ന് കന്നാസുകളിൽ ഇന്ധനം നൽകുന്നത് വിലക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിൽ വെട്ടിലായി കർഷക തൊഴിലാളികൾ. കാർഷിക യന്ത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നവരും കാട് വെട്ടുന്നവരും ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഇന്ധനം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പമ്പുകളിൽ നിന്ന് വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള കാനുകളിലേക്കോ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന് കർശന നിയന്ത്രണമുണ്ട്. ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ മറിച്ചു വിൽക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കാർഷിക മേഖലയിൽ അടക്കം പെട്രോളിലും ഡീസലിലും പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങളാണ് കർഷകരടക്കം തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. കന്നാസുകളിൽ പെട്രോളും ഡീസലും ലഭിക്കാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് കർഷക തൊഴിലാളികൾ. കുപ്പികളിലും കന്നാസുകളിലും പെട്രോൾ ഡീസൽ നൽകരുതെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് വയനാട്ടിലുള്ള കർഷകരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ട്രാക്ടർ, ട്രില്ലർ എന്നിവ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളൊക്കെ കുപ്പികളിലും കന്നാസുകളിലുമാണ് പെട്രോൾ ഡീസൽ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ഇത് വലിയ തോതിൽ കർഷകരെ ബാധിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ അവശ്യ സാധന നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതോടെ പമ്പുടമകൾ വാഹനങ്ങളിലല്ലാതെ ഇന്ധനങ്ങൾ കൊടുക്കാൻ പാടില്ലെന്ന് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ മരം വെട്ടുന്നവരും കാടുകൾ വെട്ടി ഉപജീവനമാർഗം കണ്ടെത്തുന്നവരും ഉൾപ്പെടെ ഇന്ധനം ലഭിക്കാതെ പമ്പുകളിൽ നിന്നും തിരികെ മടങ്ങിയ കാഴ്ചയാണ് പലയിടത്തും ഉള്ളത്. ധാരാളം തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി പെരിയാറിന് കുറുകെ നേര്യമംഗലത്തിൽ പുതിയ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് മാസത്തോടെ പാലത്തിന്റെ പണികൾ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലത്തുള്ള പാലം ഏഷ്യയിലെ തന്നെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലമാണ്. 90 വർഷങ്ങൾ പിന്നിട്ട നേര്യമംഗലം പാലത്തിന് സമാന്തരമായാണ് ഉരുക്ക് നിർമ്മിത ആർച്ച് പാല നിർമ്മാണത്തിന് 2 വർഷം മുൻപ് നടപടി ആരംഭിച്ചത്. നിലവിലുള്ള ആർച്ച് പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. പഴയ ആർച്ച് പാലത്തിന്റെ മാതൃകയിലാണ് 214 മീറ്റർ നീളമുള്ള പുതിയ ബോസ്ട്രിംഗ് സ്റ്റീൽ ആർച്ച് പാലം നിർമ്മിക്കുന്നത്. 42 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളാണ് പുതിയ പാലത്തിനുള്ളത്. 13 മീറ്ററാണ് പാലത്തിന്റെ വീതി. വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിന് 8 മീറ്റർ വീതിയും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. 13 മീറ്റർ വീതിയിലാണ് പാലം പണിയുന്നത്. അപ്പോൾ നിലവിലുള്ള പാലത്തിന് ആകെ 4 മീറ്റർ വീതിയുള്ളൂ. 1936 റാണി ലക്ഷ്മിഭായ് ഉദ്ഘാടനം ചെയ്ത, രാജഭരണകാലത്ത് ഉദ്ഘാടനം ചെയ്ത പാലമാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള രൂപഭംഗിയും ഒപ്പിയെടുത്തുകൊണ്ട് ഉരുക്കുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഈ പാലത്തിൻ്റെ അവസാനഘട്ട ബോസ്ട്രിംഗ് ആർച്ച് അത് ഘടിപ്പിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൽ പാകിയിട്ടുള്ള സ്റ്റീൽ പ്രതലത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തി കൂടി പൂർത്തീകരിക്കുന്നതോടെ അന്തിമഘട്ട പണികൾ മാത്രമാകും ബാക്കിയാകുന്നത്. പാലം പണി പൂർത്തിയാകുന്നതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കില്ലാതെ സുഗമമായി പെരിയാറിനു കുറുകെയുള്ള പാലത്തിലൂടെ സഞ്ചരിക്കാനാകും. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിലെ ബീഫ് വിപണി പ്രതിസന്ധിയിലായ സമയത്താണ് മുറ പോത്തുകളുടെ വരവ് ശ്രദ്ധേയമാകുന്നത്. മികച്ച തൂക്കവും ഇറച്ചി ലഭ്യതയും കാരണം അറവ് മേഖലയിലെ പ്രധാനിയാണ് മുറ പോത്തുകൾ. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര വിളിയം ഫാമിലെത്തിയ മൃഗങ്ങളെ കാണാനും വാങ്ങാനുമായി ആളുകൾ തിരക്കേറുകയാണ്. സംസ്ഥാനത്ത് ബീഫിൻ്റെ ലഭ്യത കുറവും അറവുമാടുകളെ അന്യസംസ്ഥാനത്ത് നിന്നും എത്തിക്കുന്നതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇത് സംസ്ഥാനത്ത് ഈ ഒരു പ്രശ്നം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൊല്ലം വെളിയത്തുള്ള സമ്മർലാൻഡ് എന്ന ഫാമിൽ പോത്തും കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. ഇത് കർഷകർക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഈ കുട്ടികളെ വളർത്തിയെടുത്തിട്ടാണ് ഇത് അറവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് നേതൃത്വം നൽകുന്നത് ഫാമിൻ്റെ ഉടമയുണ്ട്. നമുക്ക് ചോദിക്കാം എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ പോത്തും കുട്ടികളെ ഇവിടെ എത്തിച്ചതെന്നുള്ളത്. ശരിക്കും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ഫീൽഡിൽ. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 2 കൊല്ലം കൊണ്ട് വളരെ വെല്ലുവിളികൾ ഇങ്ങനെ താങ്ങിക്കൊണ്ട് ഇപ്പം പിന്നെ ഈ ഒരു 2-3 മാസം കൊണ്ട് വലിയ പ്രശ്നം നടക്കുകയാണ്. ഈ പെരുന്നാളിൻ്റെ ശേഷം ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു രീതിയിൽ അവർക്ക് വാങ്ങുന്നവർ, അതായത് അവിടെ നിന്ന് വാങ്ങിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഗോരക്ഷൻ എന്ന് പറഞ്ഞുള്ള ടീം ഇത് തട്ടിപ്പറിച്ചാൽ കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പുറകെ നമ്മൾ കേസ് നടന്നിട്ട് നമുക്ക് ഓർഡർ കിട്ടിയാൽ പോലും അവർ വീണ്ടും കൊണ്ടു ചെന്ന് അപ്പീൽ കൊടുക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആക്ച്വലി നമ്മൾ കൊണ്ടുവരുന്ന പശുവോ കാളയോ ഒന്നുമല്ല. ഇത് ഇത് ഇത്രയും പാവപ്പെട്ട ജനങ്ങളാണ്, നമ്മളെ കേരളത്തിലെ ജനങ്ങളാണ്. ഇത് എൻ്റെ ഒരു പ്രസ്ഥാനത്തിൽ വന്നവരാ. അതുപോലെ പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനെ വളർത്തി ജീവിക്കുന്നവരാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 4-5 മാസം മുമ്പിട്ട്
തുടങ്ങി വെച്ച് ശത്രുക്കളായതാണ്. കാരണം ഇത് ഗോരക്ഷയല്ല നടത്തുന്നത്, ഗോശിക്ഷയാണ് നടത്തുന്നത്. മറ്റുള്ളവരെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളതാണ് ഈ ഗോരക്ഷാക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അതാ ഇത്രയും പേര് ഇവിടെ ഇത് എല്ലായിടവും ഈ സാധനം വരുവായിരുന്നു. ഇവർക്ക് ഇത്രയും തെള്ളേണ്ടെന്ന് ആവശ്യമില്ല, പലയിടത്തുനിന്നും പോയി മേടിക്കാം. നമ്മളവിടെ നിന്ന് മേടിക്കണമെന്ന് നമ്മൾ പറയത്തില്ല. നമ്മളെപ്പോഴും കൊടുക്കുന്ന നല്ല കുട്ടികൾ ഇത് ഹരിയാനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഹരിയാനയിൽ നിന്ന് ഇവിടെ വരുന്നതിന് ഏതാണ്ട് 3500 കിലോമീറ്റർ ഉണ്ട്. ഈ 3500 കിലോമീറ്റർ താണ്ടി നമ്മളിതിനെ ഈ കുട്ടികളെ ഇവിടെ കട്ട് ചെയ്യാൻ കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ല. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത്രയും കൊച്ചു കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് 3500 കിലോമീറ്റർ താണ്ടി ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇത് വളർത്താൻ വരുന്ന കുട്ടികളാണ്. ഇത് ഭാവിയിലേക്ക് ഇതേപോലുള്ള പാവപ്പെട്ട കർഷകർക്ക് വളർത്തി ഇതിൽ നിന്നും വളരെ പ്രതീക്ഷ വരുന്നുണ്ട്. അദ്ദേഹം ഒന്ന് വന്നു, കുട്ടിയെ കിട്ടിയില്ല, വളരെ ദൂരത്തു നിന്ന് വന്നാൽ. ഇപ്പോൾ അടുത്ത ലോഡ് വന്നാൽ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിനോട് നമ്മൾ പറയാം, വന്നാലായി വന്നില്ലായി. ഇങ്ങനെ പിടിക്കുകയോ വണ്ടി മാസങ്ങളോളം വണ്ടികൾ ഇട്ടേക്കുവാണ്, ഫൈനാൻസുള്ള വണ്ടികൾ ഇട്ടേക്കുവാണ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ പുറകെ നമ്മൾ വക്കീലിനും പോലീസുകാർക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കുന്ന ചിലവുകൾ വേറെ. മാനസികമായിട്ട് നമുക്ക് പീഡനങ്ങൾ കണ്ടമാനമുണ്ട്. ഇപ്പം തന്നെ എൻ്റെ 3 ലോഡ് ഓൾറെഡി അകത്താണ്. ബാംഗ്ലൂരിലൊരു ലോഡ്, ഗുജറാത്തിലൊരു ലോഡ്. ഇതൊക്കെ നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് പട്ടിണി കിടന്ന് ചാവുന്ന ദൃശ്യങ്ങളായി കാണുന്നു. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വീഡിയോസ്. ഇത് നമ്മളെ ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം, സർക്കാർ അറിഞ്ഞിരിക്കണം, കേരള സർക്കാരും ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പം മാറി വരുന്ന ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് അവർ ചെയ്യണം. കർഷകരാണ് ഇവിടെ പഞ്ചായത്തിന് എന്നെ നിശ്ചയിച്ചിരിക്കുന്ന നമ്മളെ പഞ്ചായത്തിന് വേണ്ടി ഇവിടെയും പഞ്ചായത്തിനും കൊല്ലം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ ഇത് 15,000 രൂപയുടെ സർക്കാർ കൊടുക്കുന്ന 15,000 രൂപയ്ക്ക് ഒരു കർഷകന് 15,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പകുതി കർഷകൻ്റെയും പകുതി ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്. ഇൻഷുറൻസ്. ടെക്നോയുടെ ഏറ്റവും പുതിയ 5G സ്മാർട്ട് ഫോണായ പോവ 8 5G മൈജിയുടെ ചെയർമാൻ AK ഷാജി ലോഞ്ച് ചെയ്തു. സുൽത്താൻ ബത്തേരി സപ്താ ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. നീണ്ടു നിൽക്കുന്ന ബാറ്ററി, മികച്ച പെർഫോമൻസ്, AI അധിഷ്ഠിത സ്മാർട്ട് ഫീച്ചറുകൾ, അതിവേഗ 5G കണക്ടിവിറ്റി എന്നിവയാണ് പോവ 8 5Gയുടെ പ്രത്യേകതകൾ. ഫോണിന്റെ ലോഞ്ചിംഗ് ചടങ്ങിൽ നാഷണൽ മോഡേൺ ട്രേഡ് ടെക്നോ വിഭാഗം ഹെഡായ ദീപാൻഷു അറോറ, മൈജി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രതീഷ് കൂട്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ലോഞ്ചിനനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളും ടെക്നോയും മൈജിയും ചേർന്ന് ഒരുക്കി.